സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദ്ദിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ പറയുന്ന ദുആ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിലും മക്കളിലും പരമ്പരയിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ദുആ ചെയ്താൽ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇല്ലേ ബക്കറ്റ് എടുത്ത ബക്കറ്റിന്റെ മലക്കുകൾ ബക്കറ്റായിട്ട് വരിക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ബക്കറ്റ് എടുക്കല്ലേ ഉസ്താദെ, ഞങ്ങൾ പോവാ ഉസ്താദ് ഒന്നും പറയണ്ട. അവസാനം വരെ ഇരുന്ന പൈസ കിട്ടാനുള്ള ദിക്ർ പറഞ്ഞു. അവസാനം വരെ ഇരുന്നാൽ പൈസ കിട്ടാനുള്ള ഒരു ദിക്ർ പറയും. റസൂലിന്റെ കിനാവിൽ കാണാനുള്ള ഒരു സൂറത്ത് പറയും. ബിസിനസ്സിൽ ബറക്കത്ത് കിട്ടാനുള്ള ഒരു സൂറത്തും പറയും. ഇരുന്ന പഠിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ബോക്സ് ഇവിടെ ഇരിക്കണോണ്ട് വീട്ടിൽ പോയാലും കേൾക്കാം. എന്തായാലും കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ബക്കറ്റ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ദുആ ചെയ്യൂ. ചില ആളുകൾ പറയാറുണ്ട് ഉസ്താദേ ഞങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. എന്താ പറയണേ? ഞങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ലെന്ന് പറയാറുണ്ട്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു ദുആ ചെയ്യുമ്പോൾ 3 ഷർത്തുകൾ നിങ്ങൾ പാലിക്കണം. എന്താപ്പാ? ദുആ ചെയ്യുമ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ പാലിച്ചാൽ അവരുടെ ദുആ ഇജാബത്തുണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്താ ചെയ്യണ്ടേ? ഒന്ന്, ആരെങ്കിലും ഒരാൾ ശ്രദ്ധിക്ക്, ആരെങ്കിലും ഒരാൾ ഹംദ് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇങ്ങനെ ഹംദ് പറഞ്ഞിട്ട് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ വഹംദൻ ബിഖദ്രി കമാലിക വഅളമതി ദാതിക ദായിമൻ ബിദവാമി മുൽകിക യാ അല്ലാഹ് എന്നിങ്ങനെ ഹംദ് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ, ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒന്നും അറിയില്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യുവാഫി നിഅമഹു വയുകാഫി മസീദ എന്ന് പറയുന്ന രീതിയിൽ ഹംദ് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അവന്റെ ദുആ സ്വീകരിക്കും. 2, ആരെങ്കിലും ഒരാൾ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് എന്നിങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് ആരെങ്കിലും ഒരാൾ അതാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യുവാഫി നിഅമഹു വയുകാഫി മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ റസൂലിക സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് എന്ന് പറയുന്ന രീതിയിൽ സലാത്തും ഹംദും പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകും. 3 മഹാന്മാരാകുന്ന പണ്ഡിതന്മാരന്റെ പ്രിയമുള്ളവരെ പറയുകയാ ദുആ സ്വീകരിക്കാൻ മൂന്നാമത്തെ നിബന്ധന ഏതാ? മൂന്നാമത്തെ ശർത്ത് ഏതാണ്? തിരുവനന്തപുരംകാരെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുകയാ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യേണ്ടതാ, ഉസ്താദുമാർക്ക് ദുആ ചെയ്യേണ്ടതാ. എന്നാൽ നിങ്ങളുടെ ദുആ കൊണ്ടല്ലോ അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് തരുന്നതാ. പള്ളിയിലെ ഉസ്താദുമാര് ദുആ ചെയ്യുമല്ലോ, പള്ളിയിലെ ഖതീബന്മാര് ദുആ ചെയ്യുമല്ലോ. റബ്ബന اغفر لنا وارحمنا ولوالدينا ولأساتذتنا ولمشايخنا ولمن عاننا ولجميع المؤمنين والمؤمنات اللهم وقنا وإياهم شر ما قضيت. പടച്ചവനെ എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉസ്താദിന് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾക്ക് ദുആ ചെയ്താൽ, മാതാപിതാക്കൾക്ക് ഗുരുനാഥന്മാർക്ക് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ അവന്റെ ദുആ ഉണ്ടല്ലോ പടച്ച തമ്പുരാൻ എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കുമെന്ന് പറയുമ്പോ അതാണ് എന്റെ പ്രിയമുള്ളവരെ പണ്ഡിതന്മാര് പറയുന്നത്, റസൂലുള്ളാഹി പറയുന്നത്, അബൂബക്കർ തങ്ങൾ പറയുന്നത്, സയ്യിദ് ബിൻ അസ്ലം തങ്ങൾ പറയുന്നത് ആരെങ്കിലും ഒരാൾ നിബന്ധന പാലിച്ചുകൊണ്ട് ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് അവനതാ മരിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നതാ.
പടച്ചവനെ കബൂലാക്കണേ അല്ലാ, പടച്ചവനെ സ്വീകരിക്കണേ അല്ലാ. റസൂലുള്ള പറയുകയാ, ആരെങ്കിലും ഒരാൾ സദഖ കൊടുത്താൽ, സദഖ കൊടുത്തു ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകുമെന്ന് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ, ഇതൊരുപാട് സമ്പത്തുള്ള മഹലല്ല, ഒരുപാട് പൈസയുള്ള മഹലല്ല, ഒരുപാട് പാവങ്ങൾ ജീവിക്കുന്ന മഹല. ഉസ്താദേ, ഈ കാണുന്ന പള്ളി പണിതത് ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഒരു മുതലാളിമാര് തന്ന പൈസയല്ല. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളാ, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങള് പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തന്ന സമ്പത്താ. ഇവിടുത്തെ പെങ്ങന്മാര് തന്ന ആഭരണങ്ങളാ. ഉസ്താദിനെ താമസിക്കാൻ കോട്ടേഴ്സ് കെട്ടിയത് പുറത്ത് നിന്ന് പിരിവെടുത്തിട്ടല്ല, ഇവിടുത്തെ ജനങ്ങൾ തന്ന പൈസയാ. ഉസ്താദേ, ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും സദഖ നൽകുന്നവരാ എന്നീ സാധുക്കൾ പറയുമ്പോ, മോനെ സദഖ കൊടുത്ത് ദുആ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ള പറയുമ്പോ, നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് കടന്നു വരുമ്പോ 500 ഇടുന്നവരെ, 10 രൂപ ഇടുന്നവരെ, 100 രൂപ ഇടുന്നവരെ, 1000 കൊടുക്കുന്നവരെ, നാദാ അവർക്ക് ഇഖ്ലാസ് കൊടുക്കണേ അല്ലാ, അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ കുടുംബാദികളുടെ മണ്ണറോ മണിയറയാക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ കൊടുക്കല്ലേ അല്ലാ, കടങ്ങൾ കൊടുക്കല്ലേ അല്ലാ, കീറിമുറിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാ, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു ഗതികേട് കൊടുക്കല്ലേ റബ്ബേ. സദഖ കൊടുക്കുന്നവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ അല്ലാ. റസൂലുള്ള പറഞ്ഞു, ഈ 3 കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ പാലിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒരു സദഖ കൊടുക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങോട്ട് വരണ്ട, ഇൻഷാ അല്ലാഹ് ഉസ്താദേ മക്കളെ കൊടുത്തു വിടാം, അവിടെയും വരും, എല്ലാവരും കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ ഹംദ് പറയണം. ദുആ ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ സലാത്ത് ചൊല്ലണം. ദുആ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്താൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. അവരും മരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അവരുടെ പ്രിയപ്പെട്ടവരെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചായ കുടിക്കുമ്പോൾ ശ്രദ്ധ തെറ്റരുത്, പെട്ടെന്ന് കൊടുക്കണം. എന്നെ ഉസ്താദേ വടയാ കൊടുക്കണേ, വടയും ചുക്കാപ്പി ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കും. അവർക്കില്ലേ? ഉണ്ട്. ഇതെന്തിനാ തരുന്നതെന്നറിയോ? അവസാനം പൈസ ഇട്ടാനാ ഇൻഷാ അല്ലാഹ്. അല്ലാഹു വടയുടെ പൈസ എങ്കിലും തരുമല്ലെന്ന് ചോദിച്ചാൽ വടയുടെ പൈസ ഉസ്താദേ ഇൻഷാ അല്ലാഹ്. വടയല്ല ഉസ്താദേ, ഞങ്ങൾ ഇനി ഉസ്താദിന്റെ മുകളിൽ വേണേ 2ാമത്തെ നില ഞങ്ങൾ പണിതു കൊടുക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും എന്ത് വന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അവനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവൻ അൽഹംദുലില്ലാഹ് സമാധാനം ലഭിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. പക്ഷേ ചില ആളുകളുണ്ട് ദുആ ചെയ്യാൻ അലസത കാണിക്കുന്ന ചില ആളുകൾ, അല്ലേ? ഇപ്പൊ നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യൂല ഉസ്താദ്? ദുആ ഇല്ല ഇവിടെ? ദുആ ചെയ്യും. ഈ ദുആ ചെയ്യുമ്പോൾ ചില ചങ്ങാതിമാരുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കൊതുകിനെ അടിച്ചും ഉസ്താദിന്റെ മോന്തൊക്കെ അടിക്കുന്ന രീതി ഇങ്ങനെ ഇരിക്കും. ചങ്ങാതി നിർത്തണില്ലല്ലോ റബ്ബേ. കുത്തുബിയത്തിന് ഉസ്താദ് കുത്തുബിയത്തൊക്കെ കഴിഞ്ഞിട്ട് 1000 വട്ടം മുഹീദി ഷേഖിന്റെ പേരൊക്കെ വിളിച്ചിട്ട് ഉസ്താദ് ദുആ ചെയ്യുമ്പോ നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, റബ്ബേ ഒന്ന് നിർത്തിയാ മതിയായിരുന്നു. എന്താ പറയണേ? നിർത്തിയാ മതിയായിരുന്നു. ഇനിയിപ്പോ വയലൊക്കെ കഴിഞ്ഞ് ഞാനൊരു 10-15 മിനിറ്റ് ദുആ ചെയ്താല് അപ്പത്തിരിക്കണ താത്താമാര് പറയും, ഉസ്താദേ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇട്ട് കൊല്ലല്ലേ ഉസ്താദേ, ഞങ്ങൾ ഇങ്ങനെ നിർത്തി കുഴപ്പിക്കല്ലേ ഉസ്താദ് എന്ന് ചിലപ്പോ പറയും. പാടില്ല. ദുആ ചെയ്യുമ്പോ അലസത വരാൻ പാടില്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? നിങ്ങൾ നല്ല മനോഹരമാകുന്ന വസ്ത്രം ധരിക്കണം. എന്താ? നിങ്ങൾ മനോഹരമാകുന്ന വസ്ത്രം ധരിച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ദുആ ചെയ്യണമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറയുന്നു. ഇന്ന് നമുക്ക് ഒരുപാട് വസ്ത്രങ്ങളുണ്ട്. പക്ഷേ ആ വസ്ത്രങ്ങളൊക്കെ കല്യാണത്തിന് പോകാനും അവിടെ ഇവിടെയൊക്കെ പോകാൻ നമ്മൾ
ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പള്ളിയിൽ പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കുന്നവർ കുറവാ. പള്ളിയിൽ പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കുന്നവർ കുറവാ. പാടില്ല. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കണം, തൊപ്പി ധരിക്കണം, അത്തർ തേക്കണം. താത്താമാര്, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടില് ഇന്നേ വരെ ഏതെങ്കിലും ഒരു ഉമ്മ ഉണ്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് മുസല്ലേന്ന് ആ നിസ്കാര കുപ്പായം എടുത്ത് ഹാങ്കറിലെടുത്ത് തൂക്കിയിടുന്നവരുണ്ടോ? ഇല്ല. അലക്കിയതിന് ശേഷം ഇസ്തിരി ഇടുന്ന താത്താമാരുണ്ടോ നിസ്കാര കുപ്പായം? ഇല്ല. എല്ലാവരും എന്താണ്, പൊറോട്ട മടക്കണ ഒരു മടക്കുണ്ട് ഉപ്പായിന്റെ വെച്ചിട്ട്. പൊറോട്ട മടക്കണ പോലെ നമ്മുടെ സാലിക്ക തൊറ്റു. ഞങ്ങൾ ആലപ്പുഴ അടിക്കാണ്ട് പൊറോട്ട അടിക്കണ സാലിക്ക, കബറിൽ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. സാലിക്ക പോലും അങ്ങനെ പൊറോട്ട അടിക്കൂല. അദ്ദേഹം അടിക്കണേനെ കാട്ടി വട്ടത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് പൊറോട്ട കെട്ടണ പോലെ ഇങ്ങനെ കെട്ടിയിട്ട് മുസല്ലക്കകത്ത് ഇങ്ങനെ കെട്ടിട്ട് ഇനി ആര് വെടുക്കട്ടെന്ന് പറഞ്ഞിട്ട് നിസ്കാര കുപ്പായം എടുത്തു വെക്കണ താത്താമാർ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പാടില്ല. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ചിട്ട് പോണം. ആ വെള്ള വസ്ത്രം ധരിച്ച് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ ഇജാബത്തുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാര് പറയുന്നു. അത്തർ തേക്കണം, സുഗന്ധം നിങ്ങൾ തേക്കണം, സുഗന്ധം ഉപയോഗിക്കണം. ചില ചങ്ങാതിമാര് കുളിക്കാതെ പള്ളിയിൽ നിസ്കരിക്കാൻ പറഞ്ഞ ചില ഹൈവാന്മാർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സിഗരറ്റ് വലിച്ചിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പറഞ്ഞ ചില ഹമുക്കൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലെ, ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ പള്ളിക്കകത്ത് ക്യാമറ കയറ്റാൻ പറ്റൂല ഉസ്താദേ. അല്ലെ, മസല പ്രകാരം നോക്കിയാൽ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. MSIBയുടെ ലൈവ് കൂട്ടി. അപ്പൊ ഞാൻ പറയണത് പള്ളിക്കകത്തിന്റെ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ലെന്നല്ല. അപ്പൊ ചില ആളുകളൊക്കെ വന്നിട്ട് പറയും, ഉസ്താദേ പള്ളിക്കകത്ത് കണ്ടില്ല ചില ചങ്ങാതിമാർ ഐഫോണുമായിട്ട് നിക്കാഹിന് വന്ന് ഫോട്ടോ എടുത്തു ഉസ്താദ് എന്ന് പറയും. ഓൻ കണ്ടില്ല ഉസ്താദെ, ക്യാമറ കയറ്റിട്ട് ഫോട്ടോ എടുത്തില്ല ഉസ്താദ് എന്ന് പറയും. ഈ പറയുന്നവനേതാ? പള്ളിയുടെ ബാത്റൂമിൽ ഇരുന്നിട്ട് സിഗരറ്റ് വലിച്ചിട്ട് പള്ളിക്കകത്ത് കയറി അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പള്ളിയുടെ ബാത്റൂമിൽ ഇരുന്നിട്ട് ഉസ്താദെ ഒരു പഫ് വേണം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് പള്ളിയുടെ ബാത്റൂമിൽ ഇരുന്ന് വലിച്ചവനാ പള്ളിക്കകത്ത് കയറിയിട്ട് പറയണേ എടാ ഫോൺ ഓഫ് ചെയ്യാൻ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മോനെ, പള്ളിയിൽ കയറുമ്പോൾ ഒരു അദബുണ്ട്. നല്ല വസ്ത്രം ധരിക്കണം, അത്തർ തേക്കണം, സുഗന്ധം ഉപയോഗിക്കണം. പള്ളിയിൽ കയറിയിട്ട് ഇങ്ങനെ കലബല എന്ന് പറഞ്ഞ ഇങ്ങനെ സംസാരിക്കണ ചില കാക്കന്മാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെ ഉമ്മമാരൊക്കെ ഈ തറാവീഹ് നമസ്കാരത്തിന് പോകാറുണ്ട്. അല്ലെ, ഇവിടെയൊക്കെ ജമാഅത്ത് നിസ്കാരം ഉണ്ടോ തറാവീഹിന്? ഇവിടെ പെണ്ണിന് വീടുകളിലുണ്ടോ? ഇപ്പൊ ഞങ്ങളുടെ ഈ കോഴിക്കോട് ആലപ്പുഴ ജില്ലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തറാവീഹ് നിസ്കാരം പെണ്ണുങ്ങൾക്ക് ഒരാൾ ഇമാം വന്നിട്ട് നിസ്കരിക്കാറുണ്ട്. ചില താത്തമാര് എന്നെ ഒരുപാട് ഉസ്താദന്മാര് പറഞ്ഞതാ, ആദ്യത്തെ ദിവസം ഇച്ചിരി പയ്യെ നിസ്കരിക്കും. അപ്പൊ താത്തമാര് വന്നിട്ട് പറയും, മോനെ ആമിനോമാക്ക് കാല് വയ്യ, ഇച്ചിരി സ്പീഡിൽ നിസ്കരിക്കണം. എന്താ പറയണേ? ആമിനോമാക്ക് കാല് വയ്യ, ഇച്ചിരി സ്പീഡിൽ നിസ്കരിക്കണം. അങ്ങനെ ഹദീബ് ഉസ്താദ് എന്ത് ചെയ്യും? രണ്ടാമത്തെ ദിവസം ഇച്ചിരി കൂടെ സ്പീഡ് കയറ്റും. അപ്പൊ ആമിനോമ്മ പറയും, പോരെ മോനെ ഇച്ചിരി കൂടി കയറ്റണം. അപ്പം ഉസ്താദ് പിന്നെയും കൂട്ടും, പോരെ മോനെ ഇച്ചിരി കൂടി കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിസ്കാരത്തിൽ എങ്ങനെയെങ്കിലും അലസത കാണി നിസ്കരിക്കുന്ന ഒരു പാടില്ല. ഇബാദത്ത് ചെയ്യുമ്പോൾ ദുആ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇഖ്ലാസോടെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഒരിക്കല് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പള്ളിക്കകത്തിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് പള്ളിക്കകത്തിരുന്നിട്ട് കരയാ. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ മസ്ജിദ് നബവിക്കകത്തിരിക്കുമ്പോ ഒരാളതാ കരയുകയാ. അലിയാർ തങ്ങളതാ കടന്നു ചെല്ലുകയാ. അലിയാർ തങ്ങളെ കടന്നു ചെന്നുകൊണ്ട് ചോദിക്കുകയാ, എന്തിനാണ് സഹാബ കരയുന്നത്? എന്തിനാണ് സഹാബ? ആ സഹാബിയതാ കണ്ണു തുടക്കുകയാ. ആ സഹാബിയതാ കരഞ്ഞുകൊണ്ട് പറയുകയാ, വർഷങ്ങളായി തങ്ങളെ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി തങ്ങളെ. ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ, മഹാനവറുകളോട് പാവപ്പെട്ട സഹാബിയതാ പറയുകയാ, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഭാര്യയുണ്ടല്ലോ 6 മാസം കഴിയുമ്പോ തളർന്നു വീഴുകയാ, നടക്കാൻ കഴിയുന്നില്ല, എഴയുകയാ. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ ഗർഭിണിയാകുകയാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ പ്രസവിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒന്ന് എണ്ണീച്ച് നടത്താൻ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒന്ന് എടുത്തുകൊണ്ട് താലോലിക്കാൻ എന്റെ ഭാര്യക്ക് കഴിയുന്നില്ല. അതിലുണ്ടല്ലോ ഈ പാവപ്പെട്ടവന് വേദനയാ, സങ്കടമാ, വിരഹമാ. ആ
ആ സമയത്ത് അലിയാർ തങ്ങൾ പറയുകയാ, ആ സഹാബിയെ വിളിച്ചിട്ട് അലിയാർ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാ, കരയില്ല മോനെ, സങ്കടപ്പെടാൻ പാടില്ല, ഞാനതാ ഒരു നന്മയുണ്ടല്ലോ പറഞ്ഞു തരാം. അലിയാർ തങ്ങൾ പറയുകയാ, ഒരുപാട് നിഅമത്തുകളുണ്ടല്ലോ, ചില ആളുകൾ കള്ള് കൊടുക്കുന്നതാ, അത് വസ്ത്രത്തിലാകാം, അത് സമ്പത്തിലാകാം, അത് ഭക്ഷണത്തിലാകാം, അത് കുടുംബത്തിലാകാം, അത് വീടുകളിലാകാം, അത് വാഹനങ്ങളിലാകാം. എന്നാൽ ചില ആളുകളുണ്ടല്ലോ, എത്ര വസ്ത്രമുണ്ടെന്ന് പോലും അറിയൂല. ഒരുപാട് വസ്ത്രമുള്ളവരാ, ഒരുപാട് പർദ്ദയുള്ളവരാ, ഒരുപാട് നിസ്കാര കുപ്പായമുള്ളവരാ, ഒരുപാട് മുണ്ടുള്ളവരാ, ഒരുപാട് തൊപ്പിയുള്ളവരാ, ഒരുപാട് ജുബ്ബയുള്ളവരാ. എന്നാൽ പടച്ചവന്റെ മുമ്പിലേക്ക് അവരതാ സുജൂദ് ചെയ്യുമ്പോ വൃത്തിയുള്ള വസ്ത്രമുണ്ടല്ലോ ധരിക്കൂല, ദുആ ചെയ്യുമ്പോ അലസതയാ, വൃത്തിയുള്ള വസ്ത്രമുണ്ടല്ലോ ധരിക്കൂല. സഹാബത്തതാ കരയുകയാ, സഹാബത്തതാ ചോദിക്കുകയാ, ഞങ്ങളാണോ, ഞങ്ങളാണോ? അലിയാർ തങ്ങൾ പറയുകയാ, ഇല്ല ഇല്ല. ആ ചെറുപ്പക്കാരനതാ കരയുകയാ, അലിയാർ തങ്ങളോട് ചോദിക്കുകയാ, നല്ല വസ്ത്രമുണ്ടല്ലോ, ഏതാണ് അലിയേ, നല്ല വസ്ത്രമുണ്ടല്ലോ, ഒന്ന് പറഞ്ഞു തരുമോ അലിയേ? അലിയാർ തങ്ങൾ പറയുകയാ, നീ നിസ്കരിക്കുമ്പോ, നീ ദുആ ചെയ്യുമ്പോ, പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോ നീ വെള്ള വസ്ത്രം ധരിക്കണേ, എന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യണേ. എന്നാൽ നിന്റെ ദുആക്ക് പടച്ച തമ്പുരാൻ ഇജാബത്ത് തരുന്നതാ, പ്രതിഫലമുണ്ടല്ലോ തരുന്നതാ. ആ ചെറുപ്പക്കാരനതാ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ, പടച്ചവനെ വെള്ള വസ്ത്രമതാ ധരിക്കുകയാ, എന്നിട്ടതാ പള്ളിയിൽ കടന്നു വരികയാ, പടച്ചവനോട് ദുആ ചെയ്യുകയാ, അല്ലാ ഈ പാവപ്പെട്ടവന്റെ സങ്കടങ്ങള്, കുടുംബത്തിലെ രോഗങ്ങള് മാറ്റണേ അല്ലാ, മാറ്റണേ റബ്ബേ, മാറ്റണേ റഹ്മാനേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാ. വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ, വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ കിടന്ന കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനമുണ്ടല്ലോ നടത്തിയ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, പടച്ചവനെ കാണാനില്ല. കിടക്കപ്പായില് കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയ ഭാര്യയുണ്ടല്ലോ, കാണാനില്ല. ആ സഹാബിയതാ വീടിന്റെ അകത്ത് ഇങ്ങനെ തപ്പുമ്പോ അടുക്കളയിൽ നിന്ന് ഭാര്യയുണ്ടല്ലോ നടന്നു വരികയാ. സഹാബിയതാ അത്ഭുതപ്പെടുകയാ, സഹാബിയതാ അത്ഭുതപ്പെടുകയാ. സഹാബി എന്റെ പ്രിയമുള്ളവരെ ഭാര്യയുടെ കൈകളിലേക്ക് പിടിക്കുകയാ, എന്നിട്ടതാ അലിയാർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. അലിയാർ തങ്ങളോട് പറയുകയാ, അലിയേ, അലിയേ, എന്റെ ഭാര്യയുടെ രോഗങ്ങളുണ്ടല്ലോ മാറി അലിയേ, അൽഹംദുലില്ലാഹ്. ആ സമയത്ത് അലിയാർ തങ്ങൾ പറയുകയാ, എന്താണ് മാർഗമെന്നറിയോ? ഭാര്യയുടെ രോഗങ്ങള് മാറാനുള്ള മാർഗമുണ്ടല്ലോ. പരീക്ഷയ്ക്ക് മാത്രമല്ല ദുആ ചെയ്യേണ്ടത്, നമ്മൾ എല്ലാ ദിവസവും ദുആ ചെയ്യുമ്പോൾ റബ്ബിന് തന്നെ നമ്മളോട് കരുണ തോന്നും, അല്ലേ? പടച്ചവനെന്നും പറയുന്ന റബ്ബ് കരുണയുള്ളവൻ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഉസ്താദേ അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു നൽകും ഉസ്താദേ. ചില ആളുകൾ ചോദിക്കുന്നു, ഉസ്താദേ അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു നൽകുമോ? ഇപ്പൊ വയനാട്ടില്, ഞാൻ പേരൊന്നും പറയണില്ല, ഒരു ചെറുപ്പക്കാരനുണ്ട്, അള്ളാഹുവേ അവൻ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. അവൻ എന്നോട് കരഞ്ഞിട്ട് പറഞ്ഞ, ഉസ്താദേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവനാ ഉസ്താദേ, ഒരുപാട് തിന്മകൾ ഞാൻ ചെയ്തവനാ ഉസ്താദേ, പക്ഷേ വയല് കേട്ട് നന്നായവനാ ഉസ്താദേ. ഒരു സാധു പറയാ, അവൻ പറയാ, ഉസ്താദേ എനിക്ക് ഉറപ്പുണ്ട് എന്റെ അള്ളാഹ് എനിക്ക് പുറത്തു നൽകും, എന്റെ അള്ളാഹ് എനിക്ക് പുറത്തു നൽകും ഉസ്താദേ. ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, ഉസ്താദേ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി ഉസ്താദേ, ഒരുപാട് കള്ള് കുടിച്ചു പോയി ഉസ്താദേ, അള്ളാഹു എനിക്ക് പുറത്തു നൽകുമോ എന്ന് ചോദിക്കുന്ന ചില ചങ്ങാതിമാരുണ്ട്. ഒരായത്ത് കേട്ടോ, ഒരായത്ത് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക
نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പരിശുദ്ധമാക്കപ്പെട്ട ഫാത്തിഹ തുടക്കത്തിൽ പറയുന്നുണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ സർവസ്തുതിയും അല്ലാഹുവാണ് അർ റഹ്മാനിർ റഹീം. അല്ലാഹു നീ പൊറുക്കുന്നവനാ റബ്ബേ, നീ കരുണയുള്ളവനാ റബ്ബേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അതാ പറയണേ. പക്ഷേ നമ്മളൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നത് റബ്ബ് പൊറുക്കോ അല്ലാഹു പൊറുക്കുമോ എന്ന ചില ചങ്ങാതിമാരെ ചിന്ത. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. റബ്ബ് പൊറുക്കും. എന്ത് ചെയ്യണം? ഈമാനോടെ ഇഖ്ലാസോടെ ദുആ ചെയ്യണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഒന്നേതാ? മരിക്കുമ്പോ ഈമാനോടെ മരിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഏതാ? ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ പറയുന്നു പടച്ചവന്റെ തൃപ്തി വേണം. രണ്ട്, ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ പറയുന്നു നിങ്ങൾ ദുആ ചെയ്യണം. എപ്പോ? തോന്നുമ്പോഴല്ല, അക്കിബസ്വല, നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കും. മൂന്ന് ഇരിക്കൂലേ? ഒരു അരമണിക്കൂർ കൂടി ഇരിക്കൂലേ? എന്നാ ഇരിക്കണവരെന്ന് കൈവക്കിയപ്പോ നോക്കട്ടെ. അവസാനം ചോറുണ്ടോ ഉസ്താദ്? ഇന്നുണ്ടോ? ഉസ്താദിന്റെ വീട്ടിൽ പോയി ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ പലരും ശ്രദ്ധിക്കാതെ പോണൊരു കാര്യമാ ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ സഹാബാ മരിക്കുമ്പോ ഈമാനോടെ ഇഖ്ലാസോടെ ഇസ്സത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള മൂന്നാമത്തെ മാർഗമുണ്ടല്ലോ. ഏതെന്നറിയോ? അബൂബക്കർ തങ്ങളതാ പറയുമ്പോ സഹാബത്തതാ പേടിച്ചുകൊണ്ട് കരയുകയാ. മരിക്കുമ്പോ ഈമാനോടെ മരിക്കണം തങ്ങളെ. അതിലുള്ള മൂന്നാമത്തെ മാർഗമേതാ? മൂന്നാമത്തെ വിഭാഗമേതാ? അബൂബക്കർ തങ്ങളതാ പറയുകയാ ആരെങ്കിലും ഒരാൾ വാപ്പയുടെ പൊരുത്തം വാങ്ങിച്ചാൽ, ആരെങ്കിലും ഒരാൾ പിതാവിന്റെ പൊരുത്തം വാങ്ങിച്ചാൽ, വാപ്പയുടെ കൈ പിടിച്ചിട്ട് ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയപ്പെട്ടവരെ തൗബ ചെയ്താൽ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. വാപ്പയെ തെറി പറയുന്ന മക്കളുള്ള കാലഘട്ടമാ. വാപ്പയെ കുറ്റം പറയുന്ന മക്കളുള്ള കാലഘട്ടമാ. വാപ്പയായിട്ട് ഇടിവെക്കുന്ന മക്കളുള്ള കാലഘട്ടമാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ പാടില്ല 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 പാടില്ല. വാപ്പയോട് ബഹുമാനം വേണേ, വാപ്പയോട് ആദരവ് വേണേ. ബഹുമാനപ്പെട്ട ദാവൂദുൽ മുസ്തഹി തങ്ങളതാ പറയുകയാ ശിഷ്യന്മാരോട് എന്റെ പ്രിയപ്പെട്ടവരെ ദാവൂദുൽ മുസ്തഹി തങ്ങൾ പറയുകയാ എന്തെന്നറിയോ? ഒരു കാലഘട്ടം അതാ കടന്നു വരികയാ. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? ആ കാലഘട്ടത്തില് മക്കളുണ്ടല്ലോ വാപ്പമാരെ അനുസരിക്കൂല, മക്കളുണ്ടല്ലോ വാപ്പമാരെ ബഹുമാനിക്കൂല, അവരെ പരിഗണിക്കൂല. അങ്ങനെ ഒരു കാലമതാ കടന്നു വന്നാൽ ബഹുമാനപ്പെട്ട ദാവൂദ് തങ്ങൾ പറയുകയാ ആ കാലമുണ്ടല്ലോ ലഹരിയിൽ അടിമയാ, ലഹരിയുണ്ടല്ലോ വർദ്ധിക്കുന്നതാ. ശരിയല്ലേ പറഞ്ഞത്? വാപ്പയുടെ ശിക്ഷണത്തിൽ വളർന്ന മക്കളുണ്ടല്ലോ അവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കള്ളു കുടിക്കാൻ കഴിയൂല, ലഹരി ഉപയോഗിക്കാൻ കഴിയൂല, വ്യഭിചരിക്കാൻ കഴിയൂല, ഹാൻഡ്സ് വെക്കാൻ കഴിയൂല, സിറിഞ്ചടിക്കാൻ കഴിയൂല, MDMA അടിക്കാൻ കഴിയൂല, സ്റ്റാമ്പ് നാവിലേക്ക് ഒട്ടിക്കാൻ കഴിയൂല. വാപ്പയുടെ പൊരുത്തമുള്ളവന് അങ്ങനെ ഒരു ഹറാം ചെയ്യാൻ കഴിയൂല. എന്നാൽ വാപ്പയുടെ പൊരുത്തമില്ലാതെ ആരെങ്കിലും ഒരാൾ വിട പറഞ്ഞു പോയാൽ അവനുണ്ടല്ലോ മുഖം കെട്ടുകൊണ്ട് മരിക്കണ്ടതാ. വാപ്പമാരുടെ പരാതിയാ ഉസ്താദേ ഞങ്ങളോട് സ്നേഹമില്ല ഉസ്താദേ. എത്രയോ പേര് പരാതി പറയുന്ന കാര്യമാ. എത്രയോ ജമാഅത്തിന് ഖതീബായി സേവനമെടുത്തവരാ. ആ സമയത്തുണ്ടല്ലോ പല ആളുകളും പരാതി പറയുന്നതാ. പ്രിയമുള്ള ഉസ്താദ് മക്കൾക്ക് ബഹുമാനമില്ല, സ്നേഹമില്ല, ആദരവില്ല.
എന്ന് പറയുന്ന എത്രയോ പാവങ്ങളാ ഉസ്താദേ സ്വത്ത് കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ എന്നെ അടിച്ചു ഉസ്താദേ, തൊഴിച്ചു ഉസ്താദേ എന്ന് പറയുന്ന സാധുക്കളെ നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തോ. വാപ്പയുടെ പൊരുത്തമില്ലാതെ, പിതാവിന്റെ പൊരുത്തമില്ലാതെ ആരെങ്കിലും ഒരാൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ അവൻ മരിക്കുമ്പോ മുഖം കറുത്തിരണ്ടുകൊണ്ട് മരിക്കേണ്ടി വരുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിതാവിന്റെ പൊരുത്തമില്ലാതെ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അവര് മരിക്കുമ്പോ മുഖം കെട്ടുകൊണ്ട് മരിക്കേണ്ടി വരുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ചില മക്കൾക്ക്, ചില വാപ്പമാർക്ക് മക്കളെ പേടിയാ. ചില വാപ്പമാർക്ക് മക്കളെ പേടിയാ. മക്കൾ ഇങ്ങനെ കണ്ണുരുട്ടിയാല് വാപ്പം നിക്കറി മുള്ളണ ചില വാപ്പന്മാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, മക്കളെ തല്ലാൻ വേണ്ടിട്ട് ഒരു വടിയെങ്കിലും വീട്ടിൽ വെട്ടിവെച്ചവരുണ്ടെങ്കിൽ കൈപൊക്കിയ ഉസ്താദേ, ഒന്ന്, ഒരു, രണ്ട്, മൂന്ന് ഉസ്താദ് വെച്ചിട്ടുണ്ടോ? വെട്ടിയിട്ടുണ്ടോ? ഓൻ ഉസ്താദിനെ പെടലിക്ക് പിടിക്കും ചിലപ്പോ. മൂന്ന് ഉണ്ടോ? മക്കളെ തല്ലാൻ വേണ്ടിട്ട് വീട്ടിൽ വടി ഉണ്ടോ? ഉണ്ടെന്ന് കൈപൊക്കിയപ്പോ മക്കൾ ഞങ്ങൾ ഉസ്താദെ കമ്പിപ്പാര, ഒലക്ക, മടല്, ഞങ്ങൾ അതൊക്കെ ഉസ്താദ് എടുത്ത്. നിങ്ങൾ അങ്ങനെ ആയിരിക്കും. നമ്മുടെ ഉമ്മാക്ക് നമ്മൾ എത്രയോ മടലിൽ എറിഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞു അല്ലാഹീമ നൽകി എങ്ങനെയിരിക്കുമാറാവട്ടെ. മക്കളെ തല്ലാൻ വേണ്ടിയിട്ട്, മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു പിതാവോ മാതാവോ അവന്റെ വീട്ടിൽ ഒരു വടി ഒടിച്ചു വെച്ചാൽ അതിൽ ബറക്കത്തുണ്ടെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഒടിച്ചു വെക്കുന്ന വടി എടുത്ത് മക്കള് നമ്മളെ അടിക്കരുത്. അല്ലാഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒടിച്ചു വെച്ച വടി എടുത്തിട്ട് നമ്മുടെ മക്കൾ നമ്മുടെ കാല് നോക്കി അടിക്കാൻ പാടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹീമ നൽകട്ടെ. ചില വാപ്പമാര് പരാതി പറയുന്ന ഉസ്താദേ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളോട് സ്നേഹമില്ല. എന്താ പറയണേ? ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളോട് ബഹുമാനം ഇല്ലെന്ന് പറയാറുണ്ട്. ആ ബഹുമാനം വരാനുള്ള മാർഗം എന്തെന്നറിയോ? നമ്മുടെ വാപ്പമാരുടെ ജോലി മക്കൾ അറിഞ്ഞിരിക്കണം. പിതാവിന്റെ ജോലി ഉമ്മിച്ച് എന്ത് ചെയ്യണം? മക്കളോട് പറഞ്ഞു കൊടുക്കണം, എടാ നിന്റെ വാപ്പ റബ്ബർ വെട്ടണ ചങ്ങാതിയാടാ, എടാ നിന്റെ വാപ്പ റബ്ബർ വെട്ടണ ചങ്ങാതിയാടാ, എടാ നിന്റെ വാപ്പ പാവപ്പെട്ടവനാടാ, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവനാടാ, ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നവനാടാ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള തന്റെ ഇടം ഉമ്മമാർക്ക് വേണം. മക്കള് വാപ്പയുടെ ജോലിയും അധ്വാന വിയർപ്പിന്റെ വിലയും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തപ്പോ എന്ത് വേണം? മക്കൾക്ക് അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമ്പത്തിൽ വിലയില്ലാതെ, വാപ്പമാരെ വിലയില്ലാതെ കടന്നു പോകും പാടില്ല. വാപ്പമാരുടെ, പിതാക്കന്മാരുടെ ജോലി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചില മക്കൾക്ക് ഉമ്മമാരോട് ഭയങ്കര സ്നേഹമാണ്. വാപ്പാനെ ഇബ്ലീസിനെ പോലെ കാണുന്ന ചില മക്കൾ. സ്വന്തം വാപ്പ ദജ്ജാല ഉസ്താദേ എന്ന് പറഞ്ഞ ചില മക്കളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പാടില്ല മോനെ. ഉമ്മ സ്വർഗത്തിന്റെ കവാടമാണെങ്കിൽ, ഉമ്മ സ്വർഗത്തിന്റെ കവാടമാണെങ്കിൽ വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹീമ നൽകിയിരിക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മോനെ, ഒരു വീട് നരകമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വീട് നരകമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, നബിയേ ഏത് വീടാ നബിയേ നരകത്തിന്റെ വീടെന്ന് പറയുന്നേ? നബി തങ്ങൾ പറഞ്ഞു, സഹാബാ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വാപ്പമാർക്ക് സംസാരിക്കാനുള്ള വോയിസ് ഇല്ലെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വാപ്പമാരും മക്കളെ പേടിച്ചുകൊണ്ട് നടക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീട് നരകമാണെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മരുമക്കളോട് പറയാ കുടുംബം കുളം തൊണ്ടരുത്. ചില കാക്കമാര് പെണ്ണിനെ വിളിച്ചോണ്ട് വരും. പെണ്ണിട്ട് പിന്നെ ഓള് ഭരിക്കും, നമ്മൾ ഇങ്ങനെ നിൽക്കും. 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, ഏത് ഭർത്താവെന്നറിയോ? ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ അതിന് കൂട്ടി നിൽക്കുന്ന ഭർത്താവ് ഏതാ? അവൻ നരകത്തിലേക്കുള്ള ഭർത്താവ്. 2, ഭാര്യയുടെ കിടപ്പിര രഹസ്യം പങ്കിടുന്ന ഭർത്താവാരാ? അവര് നരകത്തിലേക്കുള്ള ഭർത്താവെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, തനി മലയാളത്തിൽ പറഞ്ഞാൽ പെൺകോന്തന്മാരാകുന്ന ഭർത്താക്കന്മാര്, ഭാര്യയുടെ പാവാടയുടെ വള്ളി ഇങ്ങനെ പിടിച്ച് മണത്തോണ്ട് നടക്കണ ചില പെൺകൂസന്മാരാകുന്ന ഭർത്താക്കന്മാര്, അവര് നരകത്തിലേക്കുള്ള ഭർത്താവെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കെട്ടിക്കൊണ്ട് വന്ന ഭാര്യ പറയാ, അമിന പറഞ്ഞു, അശിക്കെ കൊണ്ടുപോയി ഉമ്മാനെ വാപ്പാനെ കളയാൻ പറയുമ്പോ അങ്ങനെ ചെയ്യുന്നവനാണെങ്കിൽ നീ നരകത്തിലേക്കുള്ള ഭർത്താവാ മോന. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതാ പറയണേ, വാപ്പയുടെ പൊരുത്തം നമുക്ക് വേണം. വാപ്പ ഒരിക്കലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരയാൻ പാടില്ല. ഒരിക്കലതാ അലിയാരിതങ്ങൾ പള്ളിക്കൊക്കെ തിരിക്കുമ്പോ ഒരു ഉപ്പയതാ
കരയുകയാ, ഉപ്പയതാ സങ്കടപ്പെടുകയാ. പടച്ചവനെ, അലിയാർ തങ്ങളെ കടന്നു ചെന്നുകൊണ്ട് ഉപ്പയോട് ചോദിക്കുകയാ, എന്തിനാണ് കരയുന്നത്, എന്തിനാണ് സങ്കടപ്പെടുന്നത്, എന്തിനാണ് നൊമ്പരപ്പെടുന്നത്, എന്തിനാണ് വിരഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അലിയാർ തങ്ങൾ ചോദിക്കുമ്പോ ഉപ്പയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് അലിയാർ തങ്ങളോട് പറയുകയാ, അലിയാർ തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ മദീനയിലെ പാട്ടുകാരനാ, സദസ്സിലുണ്ടല്ലോ പാട്ടുപാടിയപ്പോ ഒരു സമ്മാനമുണ്ടല്ലോ ലഭിക്കുകയാ. സമ്മാനമതാ വീട്ടിലുള്ള വാപ്പയതാ കരയുകയാ. വാപ്പയതാ അലിയാർ തങ്ങളോട് പറയുകയാ, ഈ പാവപ്പെട്ട പിതാവിന്റെ കൈയുണ്ടല്ലോ ആ സമ്മാനത്തിലേക്ക് തട്ടിയിട്ട് സമ്മാനമുണ്ടല്ലോ താഴത്തേക്ക് വീണു നഷ്ടപ്പെട്ടു പോയി അലിയേ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടല്ലോ എന്നെ കൈ മുറിച്ചു കളയുന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ പ്രിയപ്പെട്ടവരെ കരയുമ്പോ അലിയാർ തങ്ങളതാ പൊന്നുമോനെ വിളിക്കുകയാ. പടച്ചവനെ, റസൂലുള്ളാഹിയുടെ മദീനയുടെ പള്ളിയിലേക്ക് പൊന്നുമോനുണ്ടല്ലോ കടന്നു വരികയാ. അലിയാർ തങ്ങൾ പറയുകയാ, മോനെ, നിനക്ക് കിട്ടിയ സമ്മാനമുണ്ടല്ലോ, സമ്മാനം ആരെങ്കിലും ഒരാൾ താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവന്റെ കൈയുണ്ടല്ലോ നീ മുറിക്കുമോ എന്ന് ചോദിക്കുമ്പോ അലിയാർ തങ്ങളോട് പറയുകയാ, മുറിക്കും തങ്ങളെ, എനിക്കാ സമ്മാനമുണ്ടല്ലോ ജീവനാണ് തങ്ങളെ. അലിയാർ തങ്ങൾ പറയുകയാ, നീ വീട്ടിലേക്ക് കടന്നു ചെല്ലുക, നിന്റെ പിതാവിന്റെ കൈയുണ്ടല്ലോ മുറിച്ചു കൊള്ളുക, നിന്റെ സമ്മാനമുണ്ടല്ലോ പിതാവതാ അറിയാതെ തട്ടിയിട്ടതാ, പിതാവുണ്ടല്ലോ സങ്കടത്തിലാ വിറക്കുന്നതാ. പൊന്നുമോനെ കരയുകയാ, അറിയാതെ പറഞ്ഞു പോയതാ, അറിയാതെ സംഭവിച്ചു പോയതാ. അല്ലാഹു പൊറുക്കുമോ അലിയേ, അല്ലാഹു പൊറുക്കുമോ അലിയേ. അലിയാർ തങ്ങൾ പറയുകയാ, വാപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് ദുആ ചെയ്തു, വാപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് പൊരുത്തം വാങ്ങിച്ചു. ആ സഹാബിയുണ്ടല്ലോ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ, വാപ്പയുടെ കൈ പിടിക്കുകയാ, മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ അലിയാർ തങ്ങളോട് പറയുകയാ, ഇതെന്റെ വാപ്പയാണ് തങ്ങളെ. വാപ്പയോടെന്നിട്ട് പൊന്നുമോനതാ കരഞ്ഞുകൊണ്ട് പറയുകയാ, വാപ്പോ അറിയാതെ പറഞ്ഞു പോയതാ, പൊരുത്തപ്പെടുമോ വാപ്പാ, പൊരുത്തപ്പെടുമോ പിതാവേ എന്നൊരു പൊന്നുമോന് ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ പിതാവിന്റെ പൊരുത്തമില്ലാതെ, വാപ്പയുടെ പൊരുത്തമില്ലാതെ ആരെങ്കിലും ഒരാൾ വിട പറഞ്ഞാൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കൂല. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒരു മകനതാ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ലുഖ്മാനുൽ ഹക്കീം തങ്ങളോട് പറയുകയാ, വാപ്പയോട് സ്നേഹമില്ല, എനിക്കുണ്ടല്ലോ വാപ്പയോട് മുഹബ്ബത്തില്ല. ലുഖ്മാനുൽ ഹക്കീം തങ്ങളതാ പറയുകയാ, നീ ഒരു പെണ്ണ് കെട്ടണേ, ഒരു കല്യാണം കഴിക്കണേ, ഒരു നിക്കാഹ് ചെയ്യണേ, എന്നിട്ടതാ കടന്നു വരിക. ആ സഹാബിയതാ കടന്നു ചെല്ലുകയാ, എന്നിട്ടതാ നിക്കാഹ് ചെയ്യുകയാ. വർഷങ്ങൾ കഴിയുകയാ. ലുഖ്മാനുൽ ഹക്കീം തങ്ങളുണ്ടല്ലോ വടി പിടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത്, പ്രായമാകുന്ന സമയത്ത് ഈ സഹോദരനുണ്ടല്ലോ കടന്നു വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ മക്കളുണ്ടല്ലോ എന്നോട് കണ്ടാലുടൻവാ വിട്ടു നീ കരയേണ്ടതാ, മെടക്കു പകരോ മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന.
കബറിൽ കിടക്കുമ്പോ കബറിന്റെ അകത്ത് പാമ്പുണ്ടാകും, സച്ചിൻ ഉണ്ടാകൂല. തേലുണ്ടാകും, മമ്മൂട്ടി ഉണ്ടാകൂല. എന്റെ പ്രിയപ്പെട്ടവരെ, പുഴുക്കലുണ്ടാകും, നയൻതാര ഉണ്ടാകൂല. എല്ലാവരും പോകും, ആരും ഉണ്ടാകൂല. കബറിന്റെ അകത്ത് നീ ഒറ്റക്ക. ആ കബറിന്റെ അകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കിടക്കുമ്പോ ആഷിഖ് ദാരിമിയും ഖത്തീബ് ഉസ്താദും ലൈവുകാരനും മൈക്ക് സെറ്റുകാരനും നിങ്ങളും എല്ലാവരും കമ്മിറ്റിക്കാരും എല്ലാവരും ചിന്തിക്കും, റബ്ബേ ഞാൻ പാല് കൊടുത്തു വളർത്തി എന്റെ മക്കള്, ഞാന് തോളത്ത് കയറ്റി വെച്ചുകൊണ്ട് നടന്ന എന്റെ മക്കൾ എന്റെ കബറിന്റെ ചാര വരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ അവര് വരൂല. പക്ഷേ നമ്മുടെ കബറിന്റെ അകത്ത് ഒരു പ്രകാശം. നമ്മൾ കബറിന്റെ അകത്ത് കിടക്കുമ്പോ KCBയുടെ ലൈറ്റ് ഇതുപോലെ ലൈറ്റ് കത്തിച്ചതുപോലെ നമ്മുടെ കബറിന്റെ അകത്ത് ഭയങ്കര പ്രകാശം. നമ്മുടെ തലയുടെ ഭാഗത്തു കൂടി വല്ലാത്ത പ്രകാശം, കൈയുടെ ഭാഗത്തു കൂടി വല്ലാത്ത പ്രകാശം, ഏണിന്റെ ഭാഗത്തു കൂടി വല്ലാത്ത പ്രകാശം, നമ്മുടെ മുട്ടിന്റെ ഭാഗത്തു കൂടി വല്ലാത്ത പ്രകാശം, നമ്മുടെ നെരിയാണിയുടെ ഭാഗത്തു കൂടി വല്ലാത്ത പ്രകാശം. നമ്മൾ അല്ലാഹുവോട് ചോദിക്കും, റബ്ബേ എന്റെ കബറിൽ ഇത്രയും പ്രകാശം വരാൻ കാരണം എന്താ റബ്ബേ? ഞാൻ പള്ളിയിലെ ഖത്തീബിനെ കളിയാക്കിയവനാ റബ്ബേ, പള്ളിയിലെ ഉറൂസിനെ കളിയാക്കിയവനാ റബ്ബേ, നബിദിനത്തിനെതിരെ നിന്നവനാ റബ്ബേ, ഇവിടെ ചീരണി കൊടുത്തപ്പോ അതിനെതിരെ നിന്നവനാ റബ്ബേ, നിസ്കരിക്കാതെ നടന്നവനാ റബ്ബേ, വാപ്പയുടെ ഉമ്മയുടെ പൊരുത്തമില്ലാതെ നടന്നവനാ റബ്ബേ. എന്റെ കബറിൽ പിന്നെ എന്താ പടച്ചവനെ KCB പോലും ഇങ്ങനെ ലൈറ്റ് കത്തിച്ചിട്ടുണ്ടാകില്ല റബ്ബേ. എന്റെ കബറിൽ ഇത്രയും പുഞ്ചിരി വരാനുള്ള കാരണം എന്ത്? പ്രകാശം വരാനുള്ള കാരണം എന്ത്? എന്റെ മക്കൾ പോലും എന്റെ കബറിന്റെ ചവിട്ടിൽ വരുന്നില്ല. ഇപ്പൊ ഞാന് ഈ ആലപ്പുഴ ജില്ലയിൽ മസ്ജിദുൽ ഇജാബ എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. നീർക്കുന്നം SM കവല കഴിഞ്ഞാൽ അവിടെ ഒരു റോഡ് സൈഡിൽ ഒരു വലിയൊരു പള്ളിയുണ്ട്. അപ്പൊ അവിടെ എന്റെ വാപ്പയുടെ ജ്യേഷ്ഠന്റെ കബർ അവിടെ. അപ്പൊ ഞാൻ അവിടെ ഒരു ദിവസം സിയാറത്ത് ചെയ്യാൻ പോയപ്പോ എന്നോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദ് എന്റെ വാപ്പ മരിച്ചുപോയി, കബറിങ്ക വന്നിട്ട് ദുആ ചെയ്യുന്നു. എന്താ പറഞ്ഞാൽ? എന്റെ വാപ്പ മരിച്ചുപോയി, കബറിങ്ക വന്നിട്ട് ദുആ ചെയ്യും. ഞാൻ പറയുന്നത് ഞാൻ വരാം. അവൻ എന്റെ കൈ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു 5 മിനിറ്റ് ഇവന്റെ വാപ്പാന്റെ കബർ തപ്പുക. മറ്റേ ഗൂഗിൾ മാപ്പ് ഒക്കെ എടുത്തിട്ട് വേർ ഇസ് മൈ വാപ്പാസ് കബർ എന്ന് ഇങ്ങനെ ലൊക്കേഷൻ ഇട്ട് തപ്പേണ്ട അവസ്ഥ. ഞാൻ ചോദിച്ചടാ ചങ്ങാതി, നിന്റെ വാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലമായി? നിന്റെ വാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലം? ഉസ്താദ് 18 കൊല്ലം. എന്താ പറയുക? 18 കൊല്ലം. ഞാൻ ചോദിച്ചു, അവസാനമായി നിന്റെ വാപ്പാന്റെ കബറിന്റെ ചാര വന്നത് എപ്പോഴാ? ഓൻ പറയും, ഉസ്താദേ 8 കൊല്ലം മുമ്പ്. 8 കൊല്ലം മുമ്പാ. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചടാ ചങ്ങാതി, 8 കൊല്ലം മുമ്പ് വന്ന നീ എന്ത് ഇന്ന് ഈ തന്തപ്പടിയുടെ കബറിന്റെ ചാര വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോ ഓൻ പറയും, ഉസ്താദേ ഞാൻ ഇന്ന് ഗൾഫിലേക്ക് പോവാ, ഞാനിന്ന് പ്രവാസിയാകാൻ പോവാ. എല്ലാ പ്രവാസിമാരും കബറിന്റെ ചാര വന്നിട്ട് അൽഫാത്തിഹ വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഉസ്താദേ എന്ന് പറഞ്ഞതുപോലെ ഞാൻ വന്നതാണെന്നൊരു നട്ടലില്ലാത്തൊരു ചെറുപ്പക്കാരൻ പറയുമ്പോ, ഓനെ എടാ ആര് വന്നില്ലെങ്കിലും നമ്മുടെ കബറിൽ ഒരാൾ വരും. ഇവിടെ ഒരു സ്റ്റീലിന്റെ ഒരു ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലൂടെ വന്നില്ലേ? അതിൽ പൈസ ഇട്ടവരുണ്ടാവും അല്ലേ? ഒരു ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലൂടെ വന്നപ്പോ പൈസ ഇട്ടവരുണ്ടാവും. ഉസ്താദേ ഇന്ന് നിങ്ങൾ ചോദിക്കണ പൈസ ഞങ്ങൾ തരാന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ ചോദിക്കും, ഉസ്താദേ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണവരുണ്ടാവും. ഈ കാണുന്ന പള്ളി കെട്ടാൻ പൈസ കൊടുത്തവരുണ്ടാവും അല്ലേ? അപ്പുറത്ത് കാണുന്ന ഉസ്താദിന്റെ ആ കോട്ടയം ഉസ്താദിന്റെ കൊട്ടാരം പണിയാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തവരുണ്ടാവും. ഈ പരിപാടി നടത്താൻ വേണ്ടി പൈസ കൊടുത്തവരുണ്ടാവും അല്ലെ? ഇതിനൊക്കെ പൈസ ഇല്ലേ? പൈസ ഉണ്ട്. സദഖ കൊടുക്കുന്നവര്, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സദഖ കൊടുക്കുന്നവരെ, സ്വർണം കൊടുക്കുന്നവരെ, അരി കൊടുക്കുന്നവരെ, മാംസം കൊടുക്കുന്നവരെ, അൽഹംദുലില്ലാഹ് പള്ളി കെട്ടാൻ പൈസ കൊടുക്കുന്നവരെ, അൽഹംദുലില്ലാഹ് നിന്റെ കബറിലുണ്ടല്ലോ ഒരു പ്രകാശമതാ കടന്നു വരികയാ. അതുകൊണ്ട് സദഖ കൊടുത്തോ ചെറുപ്പക്കാരാ, സദഖ കൊടുത്തോ പെങ്ങളെ. നിന്റെ കബറിന്റെ അകത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പ്രകാശം കടന്നു വരികയാ. നാദാ അതിനുള്ള സൗഭാഗ്യങ്ങള് തരണേ അല്ലാ. അവസാനത്തെ ചരിത്രമാണോ പറയുന്നത്? പിരിക്കാൻ വേണ്ടി പറയുന്ന ചരിത്രമല്ല. എന്നാലും എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ഒരു രൂപയെങ്കിലും ബക്കറ്റിലിട്ടവരോട് പറയുകയാ, ആയിരങ്ങൾ കൊടുക്കുന്നവരോട് പറയുകയാ, ഈ മനോഹരമാകുന്ന ഗ്രാമമെന്ന് പറയുന്നത് ഒരുപാട് പാവങ്ങളുള്ള നാടാ. എന്നാലും ഉസ്താദ് പള്ളിക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നവരോട് പറയുകയാ, ഒരു വേദനിപ്പിക്കുന്ന ചരിത്രമോ, വേദനിപ്പിക്കുന്ന ചരിത്രമോ, സങ്കടമുള്ള ചരിത്രമോ. ഏതെന്നറിയോ?
ഒരു യാചകനതാ കടന്നു വരികയാ, റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹിയോട് പറയുകയാ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ സലാമുണ്ട് നബിയേ, വിശക്കുന്നു നബിയേ, സങ്കടമാണ് നബിയേ. റസൂലുള്ളാഹി അതാ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആയിഷ ബീവി എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാ, ഭക്ഷണമില്ല, ദാരിദ്ര്യമാ, പട്ടിണിയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, റസൂലാണല്ലോ, പ്രവാചകനാണല്ലോ, പടച്ചവനെ. റസൂലുള്ള പറയുകയാ, ആ കാണുന്ന വീടുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയുടെ വീടാ. അവിടെ ചെന്നുകൊണ്ട് ഭക്ഷണം ചോദിച്ചാൽ ഫാത്തിമയതാ ഭക്ഷണമുണ്ടല്ലോ തരുന്നതാ. പടച്ചവനെ, യാചകരതാ കടന്നു ചെല്ലുകയാ ഫാത്തിമയുടെ വീടിന്റെ ഉള്ളറയിലേക്ക്. യാചകൻ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു ചെല്ലുകയാ. അസ്സലാമു അലൈക്കും യാ ഫാത്തിമ, വിശക്കുന്നു ഫാത്തിമ. റസൂലുള്ള പറഞ്ഞിട്ട് വന്നതാണ് ഫാത്തിമ. ഫാത്തിമ ബീബി അകത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, അടുക്കളയിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, പാത്രങ്ങൾ പരതുകയാ, കഴിക്കാൻ ഭക്ഷണമില്ല. ഫാത്തിമയുടെ വീടുണ്ടല്ലോ പട്ടിണിയില. ഫാത്തിമയതാ കരയുകയാ. ഫാത്തിമയുണ്ടല്ലോ, ഹസനും ഹുസൈനും ഉണ്ടല്ലോ, പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ, കൈകളിലേക്ക് എടുക്കുകയാ. യാചകന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോ യാചകനതാ പറയുകയാ, പുതപ്പ് വേണ്ട ഫാത്തിമ, ഭക്ഷണം തരുമോ ഫാത്തിമ. ഫാത്തിമയതാ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് മുസല്ല എന്റെ പ്രിയപ്പെട്ടവരെ വിരിക്കുകയാ. എന്നിട്ടതാ വുളൂ ചെയ്യുകയാ. എന്നിട്ടതാ സുജൂദിൽ കിടക്കുകയാ. പടച്ചവനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാ. അല്ലാ, ഈ ഫാത്തിമയുണ്ടല്ലോ പാപമാണ് അല്ലോ, സാധുവാണ് അല്ലോ, ദോഷിയാണ് അല്ലോ, ദാരിദ്ര്യമാണ് അല്ലോ. ഈ ഫാത്തിമയുടെ വീടിന്റെ മുമ്പിലേക്ക് റസൂലുള്ള പറഞ്ഞു വിട്ടിട്ട് ഒരു യാചകനുണ്ടല്ലോ കടന്നു വന്നു. അല്ലോ, യാചകന് കൊടുക്കാൻ ഈ ഫാത്തിമയുടെ കയ്യില് ഭക്ഷണമില്ല. അല്ലോ, പരീക്ഷിക്കല്ല അല്ലോ, സഹിക്കുന്നില്ല അല്ലോ. ആ സമയത്ത് ഒരു അശരീരി കടന്നു വരികയാ. ആകാശത്ത് നിന്ന് ഒരു അശരീരി എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാ. അശരീരി കടന്നു വന്നിട്ട് ഫാത്തിമയോട് പറയുകയാ, എണ്ണീക്കടേ ഫാത്തിമ, കരയല്ലേ ഫാത്തിമ, സങ്കടപ്പെടല്ലേ ഫാത്തിമ, വിരഹിക്കല്ലേ ഫാത്തിമ, ദുഃഖിക്കല്ലേ ഫാത്തിമ, എണ്ണീക്കടേ ഫാത്തിമ. വസ്ത്രങ്ങൾ ശേഖരിച്ചിരിക്കുന്ന അലമാരയുണ്ടല്ലോ, അവിടത്തേക്ക് കടന്നു ചെന്നാൽ ഒരു പൊതിയുണ്ടല്ലോ ലഭിക്കുന്നതാ. ഫാത്തിമയതാ എണ്ണീക്കുകയാ. പടച്ചവനെ, കണ്ണു തുടക്കുകയാ. അലമാരയുടെ ചാരത്തതാ ചെല്ലുകയാ. വസ്ത്രങ്ങൾ ഇങ്ങനെ മാറ്റുമ്പോ ഒരു പൊതിയുണ്ടല്ലോ കൈകളിലേക്ക് ലഭിക്കുകയാ. പൊതി ഇങ്ങനെ തുറക്കുകയാ. ഫാത്തിമയതാ കരയുകയാ. സുബ്ഹാനല്ലാഹ്. ഫാത്തിമയതാ കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറയുകയാ, അല്ലാ, പരീക്ഷിക്കല്ലേ റബ്ബേ, ഫാത്തിമ പാവമാണ് റബ്ബേ, ഫാത്തിമ സാധുവാണ് റബ്ബേ. എന്തെന്നറിയോ, ഒരു മുത്തിന്റെ മാലയുണ്ടല്ലോ കൈകളിലേക്ക് ലഭിക്കുകയാ. പടച്ചവരെ, ഫാത്തിമയുണ്ടല്ലോ യാചകന്റെ കയ്യിൽ കൊടുക്കുകയാ. യാചകനതോ സന്തോഷിക്കുകയാ. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. റസൂലുള്ളാഹിയുടെ ചാരത്തേക്കുണ്ടല്ലോ യാചകനുണ്ടല്ലോ ഓടുകയാ. റസൂലുള്ളാഹിയോട് പറയുകയാ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.
നബിയേ സലാമുണ്ട് നബിയേ. റസൂലുള്ള സലാം അടക്കുകയാ. റസൂലുള്ള ചോദിക്കുകയാ, എന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, കഴിക്കാന് ഭക്ഷണം തന്നോ, കുടിക്കാന് വെള്ളം തന്നോ, കഴിക്കാന് പഴങ്ങൾ തന്നോ? യാചകനതാ പറയുകയാ, ഇല്ല നബിയേ, തന്നില്ല നബിയേ, തന്നില്ല റസൂലേ. അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, എനിക്ക് ഭക്ഷണം തന്നില്ല, എനിക്കൊരു മാല തന്നു നബിയേ. ഈ മാല തരുമ്പോ അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, കരഞ്ഞു നബിയേ, സങ്കടമാണ് നബിയേ. റസൂലുള്ള ചോദിക്കുകയാ, മാലയൊന്ന് കയ്യിലേക്ക് തരുമോ? പടച്ചവനെ, മാലയതാ കയ്യിൽ കൊടുക്കുമ്പോ റസൂലുള്ള മാല ഇങ്ങനെ ചേർത്തു പിടിക്കുകയാ. റസൂലുള്ള മാലയിലേക്ക് ചുംബിക്കുകയാ. റസൂലുള്ള കരയുകയാ. റസൂലുള്ള ഏങ്ങലടിക്കുകയാ. റസൂലുള്ളയുടെ കണ്ണിൽ നിന്ന് ദ്വാരധാരയായി റസൂലുള്ളയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുണ്ടല്ലോ വീഴുമ്പോ സഹാബത്ത് ചോദിക്കുകയാ, എന്തിനാണ് നബിയേ കരയുന്നത്, എന്തിനാണ് നബിയേ? റസൂലുള്ള പറയുകയാ, ഈ മാല ആരുടെതെന്നറിയോ? ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മാലയാ, എന്റെ ഖദീജയുടെ മാലയാ. എന്റെ ഖദീജ അതാ വിട പറയാൻ സമയമായപ്പോ എന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ വിളിക്കുകയാ. ഫാത്തിമയോടെ ഖദീജ ബീവി പറയുകയാ, മോളെ, ഉമ്മിച്ചയുടെ കയ്യിൽ തരാന് വേറെയൊന്നുമില്ല, ഉമ്മിച്ചാക്ക് ഒരുപാട് സമ്പത്ത് അല്ല തന്നല്ലോ, അതെല്ലാം ദീനിനു വേണ്ടി കൊടുത്തു ഫാത്തിമ. ഉമ്മയുടെ കയ്യില് അവസാനമായി തരാനുള്ളത് ഈ മാല മാത്രമാണ്, മാല മാത്രമാ. ആ മാലയുണ്ടല്ലോ, ഖദീജ ബീവിയുണ്ടല്ലോ, ഫാത്തിമ ബീവിയുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോ പടച്ചവരെ, ഒരു യാചകം എന്ന് ചോദിക്കുമ്പോ ഊരിക്കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്തിനാണ് പറഞ്ഞതെന്നറിയോ? എന്തിനാണ് പറഞ്ഞതെന്നറിയോ? സദഖ കൊടുക്കാനോ മടിക്കുന്നവരെ, വയലിന്റെ സദസ്സിനെ എതിർക്കുന്നവരെ, ചോറ് കൊടുക്കുന്നതിനെ എതിർക്കുന്നവരെ, മൗലിദിന്റെ സദസ്സിനെ എതിർക്കുന്നവരെ, റസൂലുള്ളാഹിയുടെ പൊന്നുമോള് പട്ടിണി കിടന്നിട്ടുണ്ട്, അലിയാരിതങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. അലിയാരിതങ്ങൾ പുല്ല് വിറ്റിട്ട് തിരിച്ചതാ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ, അലിയാരിതങ്ങൾ കരഞ്ഞുകൊണ്ട് ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ വിശക്കുന്നു ഫാത്തിമ. ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയതമനോട് പറയുകയാ, അലിയേ, ദാരിദ്ര്യമാ, പട്ടിണിയാ, കഴിക്കാൻ ഭക്ഷണമില്ല. ഒരിക്കലതാ റസൂലുള്ളാഹിയുണ്ടല്ലോ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹസനും ഹുസൈനും അതാ കരയുകയാ, പടച്ചവനെ കരയുകയാ. റസൂലുള്ളാഹിയുടെ മുഖം എങ്ങനെ ചുവക്കുകയാ. പടച്ചവനെ വിശന്നുകൊണ്ടാണല്ലോ കരയുന്നത്. റസൂലുള്ള ദേഷ്യപ്പെട്ടുകൊണ്ട് വിളിക്കുകയാ, ഫാത്തിമ അരികിലേക്ക് കടന്നു വരിക, അരികിലേക്ക് കടന്നു വരിക. ഫാത്തിമ ബീവി കടന്നു വരുമ്പോ റസൂലുള്ള കരഞ്ഞുകൊണ്ട് ഫാത്തിമയോട് ചൂടാകുകയാ, ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട ഹസനും ഹുസൈനും മുലപ്പാല് കൊടുത്തില്ലേ? ആ സമയത്തുണ്ടല്ലോ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, അങ്ങയുടെ പൊന്ന വാപ്പാ, ചോരയാണ് വരുന്നത് വാപ്പാ. ആ സമയത്ത് പോലും ഊരിക്കൊടുക്കാത്ത മാലയുണ്ടല്ലോ. ഒരു യാചകം വന്ന് കൈ നീട്ടിയപ്പോ കൊടുത്തെന്നെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ പറയുമ്പോ ഒരു വാപ്പായും ഉമ്മായും ഖബറിൽ വരൂല, ഒരു പിതാവും ഖബറിൽ വരൂല, ഒരു കമ്മിറ്റിയും ഖബറിൽ വരൂല, ഒരു ഖതീബും ഖബറിൽ വരൂല, ഒരു വഅലന്മാരും ഖബറിൽ വരൂല, ഒരു മക്കളും ഖബറിൽ വരൂല. ഖബറിൽ വരുന്നതാരാ? അസ്വദഖ, സദഖ മാത്രമാണെന്ന് പറയുമ്പോ നാദാ ഇവിടെ സദഖ കൊടുത്ത സാധുക്കളെ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ്, ഈമാന് കൊടുക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ അല്ലാഹ്, കിടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്, ദാരിദ്ര്യം കൊടുക്കല്ലേ അല്ലാഹ്, ഈമാന് കൊടുക്കണേ അല്ലാഹ്, കീറി മുറിക്കുന്ന രോഗങ്ങള്, വൈറസുകള്, കടങ്ങള് സലാമത്ത് കൊടുക്കണേ അല്ലാഹ്.
അതുകൊണ്ട് വാപ്പയും ഉമ്മയും നമ്മുടെ ഖബറിലില്ല. ഉമ്മ, വാപ്പ, ഉസ്താദന്മാര്, നാട്ടുകാര്, കമ്മറ്റിക്കാർ, ആരും, ഖതീബ്, ഞാനും ആരും ഖബറിൽ ഉണ്ടാകൂല. പക്ഷേ നമ്മുടെ ഖബറിന്റെ അകത്ത് വരുന്ന ഒരേ ഒരാൾ അത് സദഖയാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാത്ത സമയത്ത് കൊടുക്കുന്ന സദഖയ്ക്ക് വലിയ പവറാ. ഇപ്പോ യൂസുഫ് അലിക്ക് ഒരുപാട് കോടിക്കണക്കാன സ്വത്തിന്റെ ആസ്തിയുണ്ട്, ഇല്ലേ? ഉണ്ട്. യൂസുഫ് അലി നമ്മുടെ പള്ളിക്കാർ ചോദിക്കുക, ഒരു 10 ലക്ഷം തരണം, മൂപ്പർക്ക് നമ്മുടെ പോക്കറ്റിൽ നിന്നും 10 രൂപ എടുത്തു കൊടുക്കണത് പോലെ അതിൽ കാര്യമില്ല. പക്ഷേ 1000 രൂപ പോക്കറ്റ് ഇരിക്കുന്നവരുടെ എന്നിട്ട് ചോദിക്കുക, ഒരു 500 രൂപ പള്ളി കൊടുത്തൂടെ? ആ കൊടുക്കുന്നതിൽ ബറക്കത്തുണ്ട്. ഇല്ലാത്ത സമയത്ത് കൊടുക്കണ സദഖയ്ക്ക് ബറക്കത്തുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ പടച്ചവന്റെ തൃപ്തി നേടിയാൽ, റബ്ബിന്റെ തൃപ്തി നേടിയാൽ അവർ മരിക്കുമ്പോ എങ്ങനെ മരിക്കും? പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കും. ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്താൽ അവർ മരിക്കുമ്പോ എങ്ങനെ മരിക്കും? അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കും. 3 ആരെങ്കിലും ഒരാൾ പിതാവിന്റെ പൊരുത്തം വാങ്ങിച്ചാൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കും. 4 ആരെങ്കിലും ഒരാൾ മാതാവിന്റെ പൊരുത്തം വാങ്ങിച്ചാൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാഹ് പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കും. ഇനി ഇവരാരും നമ്മുടെ ഖബറിൽ വന്നില്ലെങ്കിലും വരുന്ന ഒരാളുണ്ടെങ്കിൽ സദഖ എന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഒരുപാടൊന്നും ചോദിക്കണില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരിക്കും. ഇന്നത്തെ രാത്രി എങ്ങാനും ഞാനും നിങ്ങളും വിട പറഞ്ഞു പോയാൽ, നമ്മുടെ ഖബറിന്റെ അകത്ത് എന്തുണ്ട്? അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഭാര്യമാര് മരിച്ചവരുണ്ടെങ്കിൽ കൈവയ്ക്കുക. ഭാര്യമാര് മരിച്ചവർ ഒരാളെ ഉള്ളൂ. മരിക്കാൻ ദുആ ചെയ്യാനല്ല കേട്ടോ പറഞ്ഞ, ഭാര്യമാര് മരിച്ചവരുണ്ട് ഒരാൾ. അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ. ഭർത്താക്കന്മാര് മരിച്ചവരുണ്ടെങ്കിൽ കൈവയ്ക്കുക. 1 2 3 4 അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ. നഷ്ടവാ അല്ലേ വാപ്പ? ഭാര്യ നഷ്ടപ്പെട്ടാൽ അത് നഷ്ടവാ. ഞാന് കോഴിക്കോട് ചാലിയത്ത് പഠിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം തന്നൊരു ഉമ്മയുണ്ട്, ഇന്ന് ഖബറില്ല. അല്ലാഹു വിശാലമാക്കട്ടെ, അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. അല്ലാഹു ഈ പറഞ്ഞ വഅദിന്റെ പരിപൂർണ്ണ പ്രതിഫലം ആ ഉമ്മയുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഞാൻ എന്തിനാ പറയണമെന്നറിയ, ഈ ഉമ്മയുടെ സംഭവം. ആ ഉമ്മക്കൊരു അസുഖമില്ലായിരുന്നു, ഒന്ന് ചെറുതായിട്ടൊന്ന് തെന്നി വീണു. ഉമ്മയുടെ തല, എന്റെ പ്രിയപ്പെട്ടവരെ, ബ്ലഡ് ക്ലോട്ടായിട്ട് ആ ഉമ്മ എന്റെ പ്രിയപ്പെട്ടവർ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ഞാന് ആ ഉമ്മയുടെ പ്രിയപ്പെട്ട മക്കള് വെന്റിലേറ്ററിന്റെ അകത്ത് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ആശിഖ് ഉസ്താദേ, ഉമ്മിച്ച മരിക്കുമെന്ന ഉസ്താദ് ഡോക്ടർമാര് പറയണേ. ഞാൻ ആ ഡോക്ടറിന്റെ അടുത്ത് എന്നിട്ട് ഞാൻ ചോദിച്ചു, വെന്റിലേറ്ററിൽ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, പൈസ എത്രയും മുടക്കാൻ മക്കള് ഞങ്ങളൊക്കെ തയ്യാറാ, ആ ഉമ്മയെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളൊരു പണ്ഡിതനാ, നിങ്ങളോട് ഞാൻ പറയാം, ആ ഉമ്മിച്ച ഒരു 10 മിനിറ്റ് കൂടി മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാകൂ. ഉമ്മ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനമായി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആ ഉമ്മയുടെ ചാരത്ത് ചെന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയുടെ ചാരത്ത് ചെന്നു. എനിക്ക് വസ്ത്രം അലക്കി തന്ന ഉമ്മ, എനിക്ക് ഭക്ഷണം വിളമ്പി തന്ന ഉമ്മ, എന്നെ മോനെ എന്ന് വിളിച്ചിട്ട് എനിക്ക് ഭക്ഷണം വിളമ്പി തന്ന ഉമ്മ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ വെന്റിലേറ്ററിന്റെ അകത്ത് കിടക്കുക. ആ വെന്റിലേറ്ററിൽ ഇങ്ങനെ ഡിജിറ്റൽ ബോർഡിൽ 100 90 80 70 60 50 40 30 20 10 എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഉമ്മയുടെ ജീവൻ ഇങ്ങനെ കുറയുന്നത് ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുക. അവസാനം 0 എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കുമ്പോ ആ പ്രിയപ്പെട്ട ആ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഈ ഉമ്മ മരിച്ചിരിക്കുന്നു, ഈ ഉമ്മയുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഈ മയ്യത്തൊന്ന് കാണിക്കണം. ഈ ഉമ്മയുടെ പ്രായമുള്ള 70 വയസ്സുള്ള ഭർത്താവിനെ ഈ മയ്യത്തൊന്ന് കാണിക്കണം. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി ഉപ്പയുടെ കൈ പിടിച്ചു. ഞാൻ ആ ഉപ്പയോട് പറഞ്ഞു, നമുക്ക് ഉമ്മയെ അവസാനമായിട്ടൊന്ന് കാണണം. സുബ്ഹാനല്ലാഹ്. ആ പിതാവ് വല്ലാത്ത പ്രതീക്ഷയോടുകൂടി എന്റെ കൂടെ കടന്നു വന്നു. ആ മക്കളുടെ മുഖം കണ്ടപ്പോ വാപ്പാക്ക് മനസ്സിലായി ഉമ്മ വിട പറഞ്ഞു. ആ പ്രിയപ്പെട്ട പിതാവ് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം കാണണ്ട ഉസ്താദേ, അവൾ എന്നെ വിട്ടുപോയി, സഹിക്കാൻ കഴിയണില്ല. ഞാൻ പറഞ്ഞു, ഇല്ല വാപ്പ, കാണണം. ആ വാപ്പയുടെ കൈ പിടിച്ചിട്ട് വെന്റിലേറ്ററിന്റെ അകത്ത് കൊണ്ടുചെന്നു. ആ ഉമ്മയുടെ ചാരത്തി വാപ്പ ഒരു നേഴ്സറി കുട്ടി എങ്ങനാണോ കരയുന്നത് എന്ന് പറഞ്ഞതുപോലെ കരയാ. അവസാനം വാപ്പ ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ അവശരായപ്പോ ആ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, വാപ്പയെ പുറത്തിറക്കണം, മയ്യത്ത് പൊതിയണം. ഞാൻ ആ വാപ്പയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, വാപ്പാ, നമുക്ക് വീട്ടിൽ പോകാം, മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ, ഉസ്താദേ, എനിക്ക് എന്റെ ഭാര്യയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉസ്താദേ, എനിക്ക് എന്റെ പ്രിയപ്പെട്ട പ്രിയതമയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് അനുവാദം തരണം. ഞാൻ ആ പ്രിയപ്പെട്ട പിതാവിന്റെ കൈവിട്ടപ്പോ ആ പ്രിയപ്പെട്ട പിതാവ് ഭാര്യയുടെ ചെവിയുടെ ചെവിട്ടിൽ ചെന്നിട്ട് പറയാ, മോളെ, നീ എന്റെ കൂടെ ഇത്ര കൊല്ലം ജീവിച്ചു,
നീ എന്റെ കൂടെ ഇത്ര കൊല്ലം ജീവിച്ചു. സന്തോഷത്തിലും സങ്കടത്തിലും വേദനയിലും പ്രയാസത്തിലും എന്റെ കടങ്ങളിലും എന്റെ നല്ല കാലത്തും ഒക്കെ നീ എന്റെ കൂടെ ജീവിച്ചു. എനിക്ക് 6 മക്കളെ നീ തന്നു. എനിക്ക് നിന്റെ ജീവിതത്തിൽ എനിക്ക് പൊരുത്തം മാത്രമേ ഉള്ളൂ. നീ എന്നെ വിട്ടുപോകുന്നത് എനിക്ക് സങ്കടമാണ്. നീ എന്നെ വിട്ടുപോകുന്നത് എനിക്ക് നൊമ്പരമാണ്. നീ എന്നെ വിട്ടുപോകുന്നതിൽ എനിക്ക് പ്രയാസമാ. എനിക്കത് സഹിക്കാൻ കഴിയൂല. നാളെ മുതൽ എനിക്ക് എങ്ങനെ ജീവിക്കണമെന്നറിയില്ല. ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗത്തിൽ എനിക്ക് നിന്നെ വേണം, നമുക്ക് ഒരുമിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ആ പാവപ്പെട്ട പിതാവ് മുത്തം കൊടുത്തു. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കവിൾ തടത്തിൽ മുത്തം കൊടുത്തിട്ട് ആ പാവപ്പെട്ട പിതാവ് എന്റെ കൈ പിടിച്ചിട്ട് വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി. ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചാലിയത്തെ പള്ളിക്കാട്ടിൽ ചെന്നാൽ കാണാൻ കഴിയും 5 വഖത്ത് നിസ്കാരത്തിന് ശേഷവും ആ പ്രിയപ്പെട്ട പിതാവാവ ഉമ്മയുടെ ഖബറിന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാറ് നിന്നിട്ട് കരയുന്നത്. മോനെ എല്ലാവരും അങ്ങനെ വരണമെന്നില്ല, എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ വരണമെന്നില്ല, എല്ലാ ഭാര്യമാരും നമ്മൾ ഓർക്കണമെന്നില്ല. അല്ല, ഈ ഭാര്യ മരിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ പെണ്ണ് കെട്ടാൻ നടക്കണ ചില ചങ്ങാതിമാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മോനെ നഷ്ടപ്പെടുമ്പോൾ അതിന്റെ വേദന അറിയും. ഞാൻ പറയുന്നു, ഭർത്താവും ഭാര്യ ഒന്നും നമ്മുടെ ഖബറിൽ വരൂല. ഖബറിന്റെ അകത്ത് വരുന്ന ഒരാളുണ്ടെങ്കിൽ അത് സദക്ക മാത്രമാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദേ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇതിന്റെ ചെലവിൽ വേറെ ഒന്നിനല്ല, വേറെ ഒരു പിരിവും വേണ്ടെന്നാ പറഞ്ഞു. ഉസ്താദേ, ഇതിന്റെ ചെലവിലേക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ പൈസ എപ്പോഴാ വേണ്ടേ? എപ്പോഴാ വേണ്ട പൈസ? അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദേ 1000 രൂപ ഉസ്താദേ. ഞങ്ങൾ ഒരുപാട് പൈസ ഒന്നും വേണം ഇവർ എന്നാ പറഞ്ഞത്. ഞങ്ങളുടെ പൈസ ബാലൻസ് ഉസ്താദ് എന്നവർ പറയണേ. ഉസ്താദേ 1000 രൂപ ഉസ്താദേ എന്റെ വക ഞാൻ കൊടുക്കാം എന്നാദ്യമായി പറയുന്നവരാണ്. ഉസ്താദേ അൽഹംദുലില്ലാഹ്. 1 2 പേരെന്തൊക്കെ? ജലാലക്ക. 3 മറ്റേ ആള് നസീർ, ജലാല്, ഇനിണ്ടപ്പ 4 അവിടെ തൊപ്പി. നമ്മുടെ സെക്രട്ടറി പേരെന്താ? ഷിജു. അല്ല, ഷിജു എന്നല്ലേ? ആ പുറയില് പേരെന്തൊക്കെ? പേര് പറഞ്ഞോ. ബദറുദ്ദീൻ. അല്ലാഹുവേ സ്വീകരിക്കല്ലാ. ആ പുറയിലൊരു നീല ജലീൽ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്.